എമ്പുരാനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിൽക്കുമ്പോൾ വില്ലത്തിയായി മാറിയിരിക്കുകയാണ് സുപ്രിയ മേനോൻ. അവർക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അത് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നാണ് അത്തരം വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതെ, ഈ വിവാദം തുടങ്ങി 2-3 ദിവസമായിട്ടും അങ്ങനെ BJP നേതാക്കൾ ആരും അതിൽ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ, അതും പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ട് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം സുപ്രിയ അർബൻ നക്സലാണെന്നാണ് ആരോപിച്ചിരിക്കുന്നത്. സുപ്രിയയ്ക്കെതിരെ അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും BJP മറ്റ് നേതാക്കളൊന്നും അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ BJP സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ മാസങ്ങളായും വർഷങ്ങളായും ചർച്ച ചെയ്യുന്നതാണ് ഈ പൃഥ്വിരാജിന്റെ ചില മാറ്റങ്ങൾക്ക് കാരണം സുപ്രിയയുടെ വരവാണെന്നും അവരുടെ ചില ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നും എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടും വിദേശ ബന്ധവും അടക്കമുള്ളവ കൃത്യമായി തന്നെ അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികൾ അടക്കം അന്വേഷിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന കാര്യം ഇപ്പോൾ BJP നേതാക്കളും ഏറ്റെടുക്കുകയാണോ? അങ്ങനെ BJP നേതാക്കൾ പരിപൂർണമായിട്ട് എല്ലാവരും അത് ഏറ്റെടുക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ വ്യക്തമായൊരു മറുപടി പറയാൻ സാധിക്കില്ല. കാരണം B. ഗോപാലകൃഷ്ണൻ മാത്രമാണ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സുപ്രിയ പൃഥ്വിരാജ് വിവാഹം നടന്നതിന് ശേഷമാണ് പൃഥ്വിരാജിൽ മാറ്റങ്ങൾ പ്രകടമായത്. അതിനു മുമ്പ് പൃഥ്വിരാജ് ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിലൊന്നും അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയും, പക്ഷേ സിനിമയ്ക്ക് പുറത്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, സിനിമയുടെ രാഷ്ട്രീയമല്ല അല്ലാതെയുള്ള പൊതുവായ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത് അതിനുശേഷമാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ വാര്യംകുന്നനെ പോലെയുള്ള ആൾക്കാരെ വലിയ മഹത്വവൽക്കരിച്ച് സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക, അതുപോലെ ലക്ഷദ്വീപിലുണ്ടായ സുരക്ഷാ സംബന്ധമായ ചില പ്രശ്നങ്ങളെ, അവിടെ മയക്കുമരുന്ന് ലോബി, രാജ്യാന്തര മയക്കുമരുന്ന് ഇൻ്റർനാഷണൽ ഡ്രഗ് മാഫിയ അവരുടെ ഒരു കേന്ദ്രമാക്കാൻ ശ്രമിച്ചപ്പോൾ അത് തടയാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരിക, അതിനകത്തൊരു രാഷ്ട്രീയം കാണുക, അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ പരാമർശങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ അതേസമയം വീട് നഷ്ടപ്പെട്ട് രാത്രിക്ക് രാത്രി ഉടുതുണിയുമായിട്ട് നാട് വിട്ട് ഓടേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകളെക്കുറിച്ച് ഒരക്ഷരവും പൃഥ്വിരാജ് പറഞ്ഞിട്ടില്ല. അതുപോലെ മറ്റു പല സംഭവങ്ങളും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധമതാനുയായികളും അതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവർ എണ്ണി കൃത്യമായി പറയുന്നുണ്ട്. ഈ ഗാസ പ്രശ്നമായാലും, മുനമ്പം വിഷയമായാലും, ലക്ഷദ്വീപ് ആയാലും, ബംഗ്ലാദേശ് ആയാലും, ഈ CAA സമരമായാലും, അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണം നിരത്തിയാണ് അവിടെ എല്ലാം പൃഥ്വിരാജിന് ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. വളരെ കൃത്യമാണത്. കാരണം പൃഥ്വിരാജ് ഈ പറയുന്ന 2 അഭിപ്രായം, ഒരു മാനുഷിക പരിഗണനയാണ് നൽകുന്നതെങ്കിൽ എല്ലാവർക്കും അത് നൽകണം. അത് ഒരു വിഭാഗത്തിന് മാത്രം നൽകുകയും മറ്റു വിഭാഗങ്ങൾക്ക് അത് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെ ഉണ്ടാകുന്ന നടപടികളും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് അഡ്രസ്സ് ചെയ്യുന്നത്, മറിച്ച് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല പൃഥ്വിരാജ്. ഇത് തീർച്ചയായിട്ടും പൃഥ്വിരാജിൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റം വലിയ തോതിൽ അത് പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നവരടക്കമുള്ള ആരാധകർക്ക് സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൃഥ്വിരാജ് എന്ന നടൻ, പൃഥ്വിരാജ് എന്ന സംവിധായകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ ഇങ്ങനെ തലനാഴ് കീറി പരിശോധിച്ച് അഭിപ്രായം പറയുകയല്ല മലയാളി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിനിമ വന്നു, ആ സിനിമയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ മുമ്പ് പൃഥ്വിരാജ് നടത്തിയ പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയമാവുമ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാർ വരും. അതൊന്നും നമുക്ക് തടയാൻ സാധിക്കില്ല. പക്ഷേ ഇതൊരു കാര്യം സത്യമാണ്, ഇങ്ങനൊരു ഇരട്ടത്താപ്പ് ഇതിനകത്തുണ്ട്. ഈ 2 തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഒരു കൂട്ടരോട് വളരെ അനുകൂലവും മൃദുവും ആയ നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റൊരു കൂട്ടരോട് വളരെ പ്രതികൂലവും വളരെ രൂക്ഷവുമായ ഒരു നിലപാട്, അല്ലെങ്കിൽ അങ്ങ് അവരെ അവഗണിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ കാണുന്നില്ല, ഞാനിത് കണ്ടിട്ടേയില്ല എന്ന മട്ടിലുള്ള പ്രതികരണം വരുന്നു. അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും. അത് BJP പോലൊരു പാർട്ടി അല്ലെങ്കിൽ അതിലൊരു നേതാവ് അങ്ങനൊരു കാര്യം ചൂണ്ടിക്കാണിച്ച് അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിച്ചാൽ, ഇപ്പോൾ ഇതിനൊക്കെ കാരണം ഇതാണ്, ഇന്നതാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. അത് നമുക്ക്
അവരൊരു പ്രശ്നം അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. അതിന് കൃത്യമായ മറുപടി പൃഥ്വിരാജ് കൊടുക്കണം, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതിന് പകരം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ അതെന്തായിരിക്കും ഈ ഭാര്യയുമായി ബന്ധപ്പെട്ട്, ഈ സുപ്രിയ മേനോനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തര വിമർശനം? അത് കാരണം സുപ്രിയ നേരത്തെ BBC-യുമായിട്ട് സഹകരിച്ചിരുന്ന ആളാണ്. അവർ ഈ നമുക്കറിയാം BBC-യുടെ പല പ്രോഗ്രാമുകളിലും അവർ ഉണ്ട്. അവരൊരു പൊതുവെ ഒരു ലെഫ്റ്റ് ലിബറൽ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോട് വലിയ എതിർപ്പും ഇതുമൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. ആ എതിർപ്പ് നമുക്ക് ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാം, ഏത് ആശയത്തെ ഉൾക്കൊള്ളാം. അത് മറ്റൊരാളിന് ദോഷകരമല്ലാതിരിക്കുന്നിടത്തോളം കാലം അതിലൊരു പ്രശ്നവുമില്ല. പക്ഷെ മറ്റൊരാളിന് ഉപദ്രവവും ഹാനിയും ഉണ്ടാക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടെ സുപ്രിയയെ സംബന്ധിച്ച് സുപ്രിയയ്ക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം, അതിനൊന്നും ആരും എതിരല്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരളം ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരും BJP-ക്കാരും എല്ലാം അറബിക്കടലിൽ ചാടിയോ? ഇല്ലല്ലോ. അവരും എല്ലാം ഈ നാട്ടിൽ ജീവിക്കുകയാണ്. അവരെതിർക്കും, എതിർപ്പുള്ള കാര്യങ്ങൾ എതിർക്കും. അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും ഒക്കെയാണ്. അവർ RSSലൂടെ വളർന്നു വന്നവരാണ്. അത് ഇടതുപക്ഷക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും കൂട്ടരും നരേന്ദ്രമോദിയായിട്ട് എന്നും രാവിലെ തൊട്ട് രാത്രി വരെ അടിവെച്ചുകൊണ്ടിരിക്കണമല്ലോ. അങ്ങനെയല്ലല്ലോ. ഇവിടുന്ന് ഡൽഹിയിൽ പോയാൽ മുഖ്യമന്ത്രി വളരെ എന്താ പറയുക, പ്രധാനമന്ത്രിക്ക് അർഹിക്കുന്ന ബഹുമാനവും ഇതൊക്കെ കൊടുത്ത്, ആദരവും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ കാണുന്നു, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സംസാരിക്കുന്നു, ഒക്കെ അല്ലേ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ഇപ്പോൾ കേരള ഹൗസിൽ അടുത്ത കാലത്ത് ഒരു ചർച്ച നടന്നു. രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെയാണ് വിളിച്ചത്. കേരള ഗവർണറാണ് അതിന് മുൻകൈ എടുത്തത്. അപ്പം അതൊക്കെ രാഷ്ട്രീയത്തിൽ അതൊക്കെ പതിവാണ്. ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു സിനിമ പോലൊരു കലാസൃഷ്ടിയിൽ പ്രവർത്തിക്കുന്നവർ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കുറേ കൂടെ ജാഗ്രതയോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ വരുന്ന എതിർപ്പ് വളരെ രൂക്ഷമായിരിക്കും. രാഷ്ട്രീയക്കാരെ പോലെ അത് നേരിടാനുള്ള കരുത്ത്, ഒരു മനോബലം ഒന്നും ഇവർക്കുണ്ടാവില്ല. അവരത് മനസ്സിലാക്കണമായിരുന്നു. അത് മനസ്സിലാക്കാതെ കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. സുപ്രിയയെക്കുറിച്ച് ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരത്തെ ഉയർന്നിരുന്നു. അവർ അർബൻ നക്സലാണ്, അവർ ലെഫ്റ്റ് ലിബറലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആക്ഷേപങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. സോഷ്യൽ മീഡിയ പിന്നെ ഈ കുടം തുറന്നു വിട്ട ഭൂതം പോലെയാണ്. അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ മാധ്യമങ്ങൾക്ക് അറിയാം, മാധ്യമങ്ങളിൽ ഒരു എഡിറ്റർ ഉണ്ടാവും, എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാവും, അല്ലേ? മാത്രമല്ല ഇരുന്ന് പ്രവർത്തിക്കുന്നവർക്ക് തന്നെ, ഈ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ ഡിഫോമേഷൻ, മാനനഷ്ടം എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ അവർ ആ പരിധിക്കകത്തേ നിൽക്കുകയുള്ളൂ. അവരൊരിക്കലും ആ പരിധിക്ക് പുറത്തു പോയി ഈ കാര്യങ്ങളൊന്നും പറയുകയോ എഴുതുകയോ ചിത്രീകരിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. അവിടെ അങ്ങനെ ഒരു എഡിറ്റോറിയൽ ബോർഡില്ല, അതിനെ നിയന്ത്രിക്കാൻ ആളില്ല. ഈ പോസ്റ്റ് ഇടുന്ന ആളിൻ്റെ സ്വാതന്ത്ര്യമാണ്. അയാൾക്ക് ഏതറ്റം വരെ പോവാം. അയാളുടെ അറിവും സംസ്കാരവും എല്ലാം അതിനെ ബാധിക്കും. തീർച്ചയായും നല്ല അറിവുള്ള ഒരാൾ മാന്യമായ പോസ്റ്റ് ഇടും. അതേസമയം അതിനെ അറിവില്ലാത്ത ഒരാൾ അയാളുടെ ആ വികാരത്തള്ളിച്ചയെ വാക്കുകളായിട്ട് പ്രതിഫലിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വായിക്കുന്ന ആളിന് വലിയ വേദന ഉണ്ടാകും. ആരെക്കുറിച്ചാണോ ആ പോസ്റ്റ്, ആ ആളിന് നേരെ കൂർത്ത് മൂർച്ചയുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുക. ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ഗുണവുമാണ് ദോഷവുമാണ്. സോഷ്യൽ മീഡിയയിൽ പരമമായ സ്വാതന്ത്ര്യമുണ്ട്. കൃത്യമായി സത്യം വിളിച്ചു പറയാം. ഒരുപക്ഷെ മറ്റ് മാധ്യമങ്ങളിലൊക്കെ അത്രയും സാധിച്ചില്ലെന്ന് വരും. പക്ഷെ അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും അതിന് കഴിയുന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ BJP നേതാവ് പറഞ്ഞതും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ സുപ്രിയയ്ക്കെതിരായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയേണ്ടതാണ്. അതിന് വേണ്ടുന്ന മാർഗങ്ങളിലേക്ക് അത് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.